എന്തിനാടാ എന്നെ തെറി വിളിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ എന്നെ തെറി വിളിക്കുന്നതെന്ന്. ഫിഫി ഒന്നും ഇങ്ങോട്ട് കാണാറ് പോലും ഇല്ല. ഫിഫിയൊക്കെ എന്ത് ചെയ്യാൻ എന്തോ. കാരണം അപ്പൊ എന്റെ പുതിയ ഈ ഞാൻ ഇട്ടേക്കുന്ന ഈ ടീഷർട്ട് എത്ര രൂപയാണെന്നറിയാവോ? ഇത് വാൻ ഹൗസിന്റെ ആണേ. ടീഷർട്ട് ആണേ, അല്ല സ്വെറ്റ് ഷർട്ട് ആണേ. ഓണായില്ലല്ലോ. കൊണമില്ലല്ലോന്നോ? അല്ല ഓണായില്ലല്ലോ ക്യാമറ. നിങ്ങള് ലൈവ് എടുത്ത് നോക്കണം. അതിന് ക്യാമറ നോക്കാൻ എനിക്ക് വയ്യ. നിനക്ക് എല്ലാം ചെയ്തു തരണോടാ നിനക്ക്. നോയിക്കൂടെ? അണ്ണൂന് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞില്ലേ? അന്ന് ചാനൽ കാണുന്നില്ലല്ലോ. എന്തൊക്കെയാണ് 999 എന്റെ അച്ഛൻ വെച്ചോണ്ടിരിക്കുന്നടാ. 990 രൂപയ്ക്ക് 2000 2500 എടാ 4500 സാധനം ഇത്. നമ്പർ ഫുട്പാത്ത് 4000 വേണ്ട. ക്രിസ്റ്റോ എടാ ഇത് ഞാൻ വായിച്ചിട്ട് 3 വർഷം ഞാൻ ഇപ്പഴും ഇടുന്നത്. ഇത് ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്ന കണ്ടില്ല. ബോഡി ഫിറ്റ് അല്ലാത്തതാണ് എന്തോ പോലെ ഇരിക്കുന്നത്. എടാ കണ്ണാപ്പി ഒരു മിനിറ്റ് നിന്റെ ലൈവ് ഞാൻ എടുത്തോടാ മോനെ. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്. ഞാൻ മാത്രമേ ഉള്ളൂ ഈ സ്ട്രീമിങ്ങിനകത്ത് ആഡ് ഇടാതെ വെറുപ്പിക്കാതെ സ്ട്രീം ചെയ്യുന്നത്. ആൾക്കാര് കാണാം. ഞാൻ മാത്രമേ. ഇത് നോക്ക്. നീ കാണുന്നില്ലല്ലേ? വൺ സെക്കൻഡ്. ഇത് നോക്കണേ. ഒരു മിനിറ്റ്. ഇത് നോക്കേ. ക്ലോസറ്റിൽ അപ്പി കണക്കാണ് ഫേസ് ക്യാം ഇട്ടിരിക്കുന്നത്. എന്നിട്ടാണ് എന്റെ നിന്റെ ബോഡി ഒന്ന് കാണിച്ചോ. നീ നീണ്ടിട്ട് നിന്നേ. നീ ബൈസ് ഒന്ന് കാണിച്ച്. ആ കാണിക്കേ. ഞാൻ എന്ത് നല്ല രീതിയാ ശരത്തേട്ട പറഞ്ഞു. ശരത്തേട്ട അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇത് എനിക്ക് ചേരുന്നില്ലെങ്കിൽ ഇതെനിക്ക് ഞാൻ ഇപ്പൊ ഊരികളെ. ശരത്തേട്ടൻ പറഞ്ഞില്ലേ അത് റൗക്ക പോലെ കിടപ്പുണ്ട്. എന്നിട്ട് ഞാൻ കളിയാക്കി പറഞ്ഞു റൗക്ക. എന്നെ ബിഗ് ബാസിലെ ഡെലിവറി വിളിക്കുന്നത്. ഇത് എന്തുവാ? ഇതാണോ റൗക്ക പോലെ ഇരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കണം മക്കളെ. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. ഇല്ല ആളുടെ വയറ് ചാഞ്ഞിരിക്കുന്നത് കേട്ടാ. നോക്കിയത് മൈക്കിലൊക്കെ ചാഞ്ഞിരിക്കുന്നത് വയറ്. അത് കുനിഞ്ഞതാ. വയറ് മൊത്തം നേരെ മൈക്ക് ഇടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് എന്നെ കളിയാക്കിയത് കേട്ടാ. എന്നിട്ടാണ് കേട്ടോ ആളെന്നെ കളിയാക്കിയത്. ഹെഡ്സെറ്റ് ഊരിയേ എന്തൊരു എന്നിട്ടാണ് എന്നെ കളിയാക്കിയത്. അണ്ണുവിന്റെ ബൈസ് എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം. വരുമ്പോ എല്ലാരും സ്പാം ചെയ്യണേ കേസ്. അണ്ണുവിന്റെ ബൈസ് ഒന്ന് കാണിക്കാൻ നിങ്ങൾ എല്ലാരും സ്പാം ചെയ്യണേ. എന്നിട്ടാണ് ആൾ എന്നെ കളിയാക്കിയത് കേട്ടാ. കാട്ടിൽ നിന്നുണ്ടോ അക്കരക്കൊന്നിൽ നിന്ന് അച്ഛരുണ്ടോ? എന്തുവാടാ പറഞ്ഞേ? എന്തുവാടാ ഈ കാക്കമുറം പറഞ്ഞ? കണ്ണാപ്പി അണ്ണുവിനെ കുറിച്ച് പറഞ്ഞു. എന്തോ പറഞ്ഞ? എടാ കണ്ണാപ്പി സത്യം പറഞ്ഞ നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചൂടാ. ഈ കാര്യമായിട്ട് ഞാൻ ചോദിക്കുക. വേറൊന്നും പറഞ്ഞില്ല. അണ്ണന്റെ വയറൊന്ന് കാണിക്കുമെന്ന്. എടാ ഫ്ലാറ്റിലെ പരിപാടിക്ക് നിന്റെ അച്ഛനെ ഒന്ന് കൊണ്ടുവരണേ. ഇവിടെ മാവേലിക്ക് ഭയങ്കര ക്ഷാമമാണ്. ഇപ്പൊ നിന്റെ അച്ഛനും കണ്ണാപ്പിയുടെ അച്ഛനും കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ ഫ്ലാറ്റില് മാവേലിയായി. മറക്കല്ലേ?
അണ്ണൊന്ന് വയറൊന്ന് അടിച്ചോണ്ടൊന്ന് എടാ എനിക്ക് ഈ ലൈവ് ഇട്ടിട്ട് ഞാൻ ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അണ്ണു ബൈസ് അടിച്ചു എന്നെ കാട്ടി കൂടുതലുണ്ടോ? എടാ എനിക്ക് ഊരിയിട്ട് കാണിക്കാനൊന്നും വയ്യ. എനിക്ക് ആഞ്ഞ് ശക്തി പിടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല ഇപ്പം. ഞാൻ ഇവിടെ തേങ്ങ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. എടാ നിന്റെ എടാ എനിക്കൊന്നും നിന്റെ അടുത്ത് സംസാരിക്കാൻ വയ്യടാ. എനിക്ക് സീരിയസ്ലി പറ്റുമെങ്കിൽ രാവിലെ ഉണ്ടല്ലോ അണ്ണു തലേന്ന് രാത്രിയില്ലേ ഒരു ഗ്ലാസ് എന്തിനാണ് ഇങ്ങനെ കിണിക്കുന്നേ? അണ്ണു ഈ ഉലുവയില്ലേ ഉലുവ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്ത് ആ എലി പറഞ്ഞ് കടുക് ഇട്ട് വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ട് ആ കടുക് എല്ലാം കൂടെ തിളപ്പിച്ച് വെള്ളം കുടിച്ച് അതെല്ലാം കൂടെ ഛർദ്ദിച്ചു. എനിക്ക് വയ്യ. കടുക് ഉപ്പും ഇതും ഇട്ടിട്ട് കുടിക്കും. കടുകും ഇട്ടിട്ട് കാപ്പി ഫുഡ് കഴിച്ചില്ലടാ. ഇതൊന്നും കഴിക്കുന്നില്ല. വയ്യ. പറ്റും. എടാ ഉലുവയൊക്കെ നല്ലതാടാ കണ്ണാപ്പി. നല്ല ഉലുവ നല്ല എടാ വിലുമ പോയടാ. ആ ഉപ്പും കടുക് ഇട്ടിട്ട് ഇത് കുടിക്കാടാ. കാപ്പി കുടിക്കാം. മനസ്സിലായില്ലേ? അണ്ണോ കണ്ണാപ്പി അണ്ണൂനെ കുണ്ടാന്ന് വിളിച്ചു. ഓയ്യോ അതൊരിക്കലും വിളിക്കത്തില്ല. അണ്ണോനറിയാം. അതൊക്കെ ചുമ്മാ അതൊന്നും വിളിച്ചില്ല. അല്ല അവന് നല്ലോണം അറിയാം. അവന് നല്ലോണം അറിയാം. കാരണം അവനെ ട്യൂൺ ചെയ്യാൻ നോക്കി ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നേ. ഇല്ല അതെന്തായാലും ഞാൻ പറയത്തില്ല. ശരത്തേണ് നല്ല രീതിയിൽ അറിയാം. അവൻ അത്രയ്ക്ക് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് എന്റെ അടുത്ത് പെരുമാറത്തില്ല. അല്ലല്ല ഞാൻ ആകെ കളിയാക്കണായിരുന്നു. പാട്ടിന് മാത്രമേ ഉള്ളൂ. ശരത്തേണോ ആ പോയാ വഴി ഇല്ലടാ പോയില്ലടാ. എടാ ഇതിപ്പോ ആർപി ഇല്ല. ആർപ്പില്ല. ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഞാനിത് തിരിച്ചും മറിച്ചും കയറാൻ നോക്കുക. നടക്കുന്നില്ല. കണ്ണേ കൺമണിയേ ഉന്നോട്. ശരത്തേടെ വിഷയം കേട്ടാ. എടാ അണ്ണനുണ്ടോ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ എന്റെ അടുത്ത് വന്നിട്ട് ഈ ഡ്രീമർ ഉണ്ടോ അണ്ണനുണ്ടോ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ എങ്ങനെ പോക്കറ്റിൽ കിടക്കുവാന്നു? ഓ പഴയ പോക്കറ്റ് എടുത്ത് കിട്ടാൻ വയ്യായിരുന്നോ? അണ്ണൂന്റെ വയറ് തട്ടി മൈക്ക് അടിച്ചു പോയെന്ന്. എടാ അല്ലടാ അല്ലടാ ഞാനൊന്നും മറുപടി കൊടുക്കുന്നുള്ളൂ. ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ട് എന്തോ കാര്യം. എന്തോ അണ്ണു നേരത്തെ ആ സത്യം ആൾക്കാര് പെമ്പിള്ളാര് വരുമ്പോ ഈ സൗണ്ട് ബോർഡ് ഇട്ട് കൊണക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ പാടുന്നത് തന്നെ. അവൻ കഴിവില്ലാത്തോണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു. കഴിവില്ലാത്തോണ്ട് നീ എങ്ങനെ ചെയ്യുന്നു? എന്നാ പിന്നെ നമുക്ക് കഴിവില്ലെങ്കിൽ പാട്ട് പാടാതിരുന്നേട്ടാ. ശരത്തേടെ പറഞ്ഞാല് എടാ ഞാൻ ലൈവ് ഇട്ട് കുറച്ചൊരു ഉറങ്ങട്ടെ. എടാ ഗോളൊക്കെ അടി ഗോളൊക്കെ അടി. റെസിഡന്റ് ഈവിള് കണ്ണടി കളിക്കാവോ? അരുൺദാസ് ഹായടാ. ആർപി പറ്റത്തില്ല. ഞാൻ 2 മണിക്കൂർ എന്തോന്നല്ലേ ലൈവ്? 1.5 മണിക്കൂർ. മോനെ താങ്ക് യു ഫോർ ദ 36.99 അങ്ങനെ അങ്ങോട്ട് കത്തിക്കേ. കമ്മിങ്. കേരള മാത്രമേ ഉള്ളൂ. കേരളം ശരത്തേന്റെ കേരള വിഷനാണോ? എന്റെ കേരള വിഷനല്ല. എന്റെ ഏഷ്യാനെറ്റ്. അണ്ണു മാത്രം കേറിട്ട് എന്ത് ചെയ്യാനാ? എടാ ഞാൻ സിറ്റി ഉണ്ടോ? സിറ്റി കയറി ഞാനിപ്പോ ഒരു ബോട്ടിനെ കിട്ടിയാൽ പോലും ഞാനിപ്പോ റാൻഡം വെച്ചിട്ടാണ് ഞാൻ ആർപി ചെയ്യുന്നത്. ഈ ഗാങ്ങിലുള്ള ഒരു മുണങ്ങന്മാരും വരത്തില്ല. അണ്ണ നമ്മളുണ്ട്. അണ്ണ് സിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മക്ക് അറിഞ്ഞൂടെ അണ്ണു എവിടാണെന്നുള്ളത്. നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇന്നലെ ഫുള്ള് സിറ്റി തപ്പി. അണ്ണുനെ കിട്ടിയില്ല. പറയാനാ ഹായ് ബ്രോ. മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ടിവി ആരാണ് ബ്രോ? ഞാൻ കണ്ണാപ്പിയാണോ? കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിരിക്കുമല്ലോ. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാർപ്പ് ഓണാക്കണേ. ബഫ് ആണോ ചെറുതായിട്ട്? ഈ തേങ്ങ വെള്ളം കുടിക്കുമ്പോഴും അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. ആ മൈൻഡിൽ നിന്ന് അതങ്ങ് ആൽവി മോളെ അവിടെ നിൽക്കാതെ ഇങ്ങതാ ഇവിടെ കാണാം. ഇത് ഈ ലൈവ് കാണും കാണാം. ആ ലൈവ് കണ്ടിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പൊ വരുമല്ലോ അവളിപ്പോ വരുമല്ലോ ഇവിടെ. അത് വരും. അല്ലെ പോട്ടെ അങ്ങോട്ട്. എടാ നീ കൂടുതൽ അങ്ങ് കളിക്കല്ലേ. സീരിയസ്ലി ഉണ്ടല്ലോ ഞാൻ കൈവിട്ട് കുറച്ചുകൂടെ ഉറങ്ങിയാലായിരിക്കും. നല്ലൊരു തീരുമാനം. പോയിട്ട് വാ. അത്രേ ഉള്ളല്ലേ.
ഞാൻ 24 മണിക്കൂർ ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് ഉറങ്ങിയാലെന്നാലോചിക്കും. നിങ്ങൾ എത്ര പേര് ഞാനേ നല്ലൊരു ആ, പരിപാടിയാ. പിന്നെ മോളെ ആയി എന്തുണ്ട് വിശേഷം? സൽമാൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ് ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു പാട്ട് പാടാൻ പേടിയ സത്യം പറഞ്ഞ ഈ ജോക്കണ്ണ കണ്ണാപ്പിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ. ഞാൻ ചത്താലും അണ്ണു കൊടുക്കത്തില്ല. അണ്ണുവിന്റെ പാട്ട് ആ വില്ലുവാൻ സൗണ്ട് ബോർഡ് ആക്കിക്കൊണ്ട് കിടപ്പുണ്ടായിരുന്നു ആ. സിറ്റിയിലിടാൻ. അണ്ണൂനെ ആരാ പ്ലക്കി? എടാ ഞാനേ ഒരു ബർഗർ കഴിച്ചാ മോനെ, ആ ബർഗർ പ്ലക്കി തന്നെ. എവിടുന്ന് ബർഗർ കഴിച്ചേ? എടാ ഞാൻ ഏതൊരു കടയിൽ നട കഴിച്ച, പക്ഷെ എനിക്ക് അറിയത്തില്ല മോനെ എന്തൊരു പറ്റിയെന്നടാ. വൃത്തിയായിട്ട് അതിലെ ഒലിവ് നല്ല അല്ലാഞ്ഞിട്ടായിരിക്കും. ഒലിവ് ഉണ്ടായിരുന്നു അതില്. ഒലീവോ? ഒലിവ് ഒലിവ് അറിയത്തില്ല. ഫ്രൂട്ട്. ഒലീവ് എന്തിനാ? ഒലീവ്സ് എങ്ങനെ ബർഗർ ഇടുന്നു? ഒലീവ്സ് ബർഗർ ഇടൂ? ആ ബർഗർ ഇടുമല്ലോ. എടാ മൊണ്ണത്തല, അത് ഒലീവ്സ് അല്ല, യാലപ്പീനോയാ ഏത് നീ പറയുന്നത്? അല്ലല്ല, ഒലീവ്സ് ബർഗർ ഇടുമല്ലോ. ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ ഒലീവ്സ് ഇട്ട ബർഗർ. ബർഗറിനകത്ത് ഒലീവ്സ് ഇടും? എനിക്കറിയത്തില്ല കേട്ടോ. ആ എന്നുവെച്ചാ ഈ ഒലീവ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്, അതറിയോ ശരത്തേണ്ണ? സിംഗിൾ ഒലീവ് അല്ല, ചിലത് നമ്മള് നഗറ്റ്സും ബർഗറും എടാ കഴിച്ചേ. ആ നഗറ്റ്സ് വായി വെച്ചപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. വ്ലോഗ് ചാനൽ നെയിം എന്താ? കിണ്ണൻ, മിസ്റ്റർ കിണ്ണൻ. അത് തന്നെ. ആ യാലപ്പീനോസ് ആണത്, യാലപ്പീനോസ് ആണത്. ഒലീവ്സ് ഒന്നും ബർഗറിനകത്ത് ഇടത്തില്ല. ഒലീവ്സ് ഇടും. ആര് പറഞ്ഞത്? കയറാൻ പറ്റുന്നില്ല ബ്രോ. ഒരു മിനിറ്റ്. ഒലീവ്സ് ഇടും ചേർത്തേട്ടാ ബർഗറിന്. ഞാൻ എത്ര ഇട്ടു? ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ബർഗർ ഫാനാണ്. ചില ദേശത്ത് ഇടത്തില്ല, തിരുവനന്തപുരത്തൊക്കെ ഇടത്തില്ല. തിരുവനന്തപുരത്തല്ല, അത്യാവശ്യം എനിക്ക് മോസ്റ്റ്ലി എല്ലാ കടയിലും ഇടാറുണ്ട്, ഒലീവ്സ് ഇടാറുണ്ട്. കണ്ണൻ ബ്രോ ഹായ് ബ്രോ. ഹായ് അശ്വൻ ബ്രോ. ആർപി കേറാൻ നമുക്ക് ഞാൻ കേരളത്തില് കളിച്ചിട്ടുള്ളതെന്ന് സോറി കഴിച്ചിട്ടുള്ളതില് ഞാൻ ഒലീവ്സ് കണ്ടിട്ടില്ല. ഒലീവ്സ് പിzzക്കകത്ത് ഇടുന്ന കണ്ടുണ്ട്. പിസ്സ ആ പിzzക്കകത്ത് ഒലീവ് ഇടും. ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പ്രശ്നമാട്ടോ, മൂലത്തിനും പയറിനും ഒക്കെ. വന്നല്ലോ മാമനാണ്. മാമ നീ വണ്ടി എടുക്കും. വണ്ടി എടുത്ത് ഇങ്ങ് പോരെ, നമുക്ക് വല്ല മൂന്നാറങ്ങാനും പോയിട്ട് വരാം. എടാ ഞാനും മാമനും തമ്മിലുള്ള ആത്മബന്ധം ഒന്നും നിനക്ക് അറിയത്തില്ലടാ. നമുക്ക് അറിയാത്തട്ടാ, നമ്മള് ശരത്തേട്ടൻ മൂന്നാർ പോകുന്നത് എനിക്ക് എത്ര അത്ഭുതമാണ് ഇച്ചിരി. മൂന്നാർ എത്ര കിലോമീറ്റർ ഉണ്ടോ മോനെ? അല്ല പോവാണെങ്കിൽ ശരത്തേട്ട ഈ വഴിയാ പോകുന്നത്, എന്നെ കൂടെ കൊണ്ടുപോകും. മോനെ മൂന്നാർ എത്ര കിലോമീറ്റർ ഉണ്ടോ ഇവിടുന്ന്? 300 എടാ ഇനി എന്റെ വീട്ടിൽ നിന്ന് 200 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് പ്രസിഡന്റ് ഈവിള് കളിക്കടാ. ഞാൻ സംസാരിച്ച് കുറച്ചു നേരം ഇരുന്നോട്ടെ. നിങ്ങൾ സംസാരിക്കണ്ടേ? നമ്മളൊരു മൈൻഡിൽ കണ്ണാപ്പിടോ യാത്ര എനിക്ക് താല്പര്യമില്ല. പ്ലീസ് ഇർഫാനെ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് മോനെ. എടാ ആരേലും എടാ നിങ്ങൾ സച്ചു താങ്ക് യു ഫോർ 2.49. എടാ ഇപ്പൊ എന്റെ ലൈവിനകത്ത് ഫുൾ ഉണ്ടല്ലോ വെളിയിലത്തെ പിള്ളേരാണ് സൂപ്പർ ചാറ്റ് ചെയ്യുന്നത്. ഫുള്ള് ഡോളറും പൗണ്ടിന്റെ കളിയാണ് എന്റെ ചാറ്റ്. എനിക്ക് എത്ര മെസ്സേജ് ആയിരുന്നു ഒരു ദിവസം വരുന്നേ. ചെറുത്തേട്ടന്റെ ലൈവ് കണ്ടിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ട്. ഞാൻ പറയും ഓക്കെ കൂട്ടാ, കുഴപ്പമൊന്നുമില്ല മന്നെ, ഞാൻ കൊള്ളടാ. കണ്ണാപ്പിയുടെ കായംകുളം എടാ ഒന്ന് നിക്കടാ, ഒന്ന് ഇവിടെ ഇരിക്കടാ. എന്തുവാടാ ഇപ്പൊ സിറ്റി കയറിയിട്ട് എന്തോ ചെയ്യാനാ പെട്ടെന്ന്? ഒരു അരമുക്കാൽ മണിക്കൂറിന് ട്രൈ ഇപ്പോഴേലും കേറിയല്ലോ. ഇവിടെ കളിക്കലെന്ന് പറയാം. ഞാൻ റെസിഡന്റ് കളിക്കും, ഞാൻ അത് തീർക്കും. നിങ്ങളാണ് സത്യം. ഈ എടാ എന്റെ മോഡറേറ്റർ ആരെങ്കിലും ഉണ്ടോ? ഈ സ്പാം ഒന്ന് കുറയ്ക്കണേ. എനിക്ക് അണ്ണു ഞാൻ കളിച്ചാലെന്ന് ആലോചിക്കുക. എന്താ പറയുക, ലൈവാണ്. നീ ഒന്നും കളിക്കല്ലേ സാർക്ക് അല്ല അത് കളിച്ചാലെന്ന് ആലോചിച്ചു. എങ്ങനെ ക്രിസ്റ്റോ താങ്ക് യു ഫോർ 4.99. താങ്ക് യു ഫോർ 4.99 മോനെ. ഷക്കീലേ എടാ ഷെക്കീറോ അല്ലടാ സെക്കീറോ. ഞാൻ തരാം വേണേ കളിച്ചു.